പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളുടെയും, ഞങ്ങളുടെ പൗരോഹിത്യം, സഭ, ജോലി മേഖല, കുടുംബജീവിതത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, വിശുദ്ധി, വലിയ കൃപകൾ സൗഖ്യമായി വിടുതലായിട്ട് നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനത്തിന്റെ 3-ാം ദിനത്തിലും 3-ാമത്തെ നൊവേന ദിവസത്തിലും കർത്താവിന്റെ അതിശക്തമായ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു ചിന്തയും ഈ ഒരു അവസ്ഥയും നമ്മൾ അറിഞ്ഞ് അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ നിയന്ത്രണം വിട്ടുകൊടുക്കണം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് തന്നെ ഇഷ്ടം പോലെ ജീവിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം നോക്കാതെ, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ, പരിശുദ്ധാത്മാവിനെ ഗൗനിക്കാതെ നമുക്ക് ജീവിക്കാം. കാരണം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സാന്നിധ്യം അറിഞ്ഞ് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരും. ജെറമ്യാ പ്രവാചന പുസ്തകത്തില് 13-ാം അധ്യായത്തിന്റെ 17-18 തിരുവചന ഭാഗം നമ്മൾ വായിക്കണം. അവിടെ പരിശുദ്ധാത്മാവിന്റെ അവസ്ഥയെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ വിട്ടുപോകാൻ പറ്റില്ല. എന്നാൽ നമ്മൾ അനുസരിക്കണം, സമർപ്പിക്കണം, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ തന്നിഷ്ടം പോലെ ജീവിച്ചാൽ അതിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എന്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും. അത് നമ്മൾ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നില്ല, അഹങ്കാരം, എനിക്കറിയാം, ഞാൻ ചെയ്യും, തന്നിഷ്ടം പോലെ ദൈവത്തെ വിട്ട് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ചിന്ത പോലുമില്ലാതെ, പരിശുദ്ധാത്മാവിനെ ഗവനിക്കാതെ ജീവിക്കുമ്പോ അഹങ്കാരത്തെ ചൊല്ലി ഈ പാവപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് രഹസ്യത്തിൽ കരയും. വീണ്ടും പറയാ, തന്റെ അജഗണത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകിയാൽ, നമുക്കറിയാം, ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തെ വിട്ട് പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോ നമ്മൾ എങ്ങടാ പോണേ? തന്റെ മക്കളെ പിശാച് കൊണ്ടുപോവാ. കേട്ടെ, വചനം കേട്ടെ, തന്റെ അജഗണത്തെ അടിമത്വത്തിലേക്ക്, എന്തിന്റെ? പാപത്തിന്റെ, നാശത്തിന്റെ, മദ്യത്തിന്റെ, പിശാചിന്റെ, ലഹരിയുടെ, അവസാനം മരണത്തിന്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകിയാൽ, നീ ആ വചനം ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ ഉള്ളുരുകി കരയും. ആര്? പരിശുദ്ധാത്മാവ്. നമ്മെ വിട്ടുപോകാൻ പറ്റാത്ത വിധം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഉള്ളുരുകി കരയും. വീണ്ടും പറയാ, കണ്ണീർ ധാരധാരയായിട്ട് ഒഴുകുന്നു. പരിശുദ്ധാത്മാവിന്റെ കണ്ണീര് നമ്മുടെ ഉള്ളിലിരുന്ന് രഹസ്യത്തിൽ കരഞ്ഞ് ആ കണ്ണീര് നമ്മുടെ ഉള്ളിലിരുന്ന് ധാരധാരയായിട്ട് ഒഴുകും. എന്റെ മക്കളെ, അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മൾ ദൈവത്തിന്റെ ആത്മാവുള്ള മക്കളാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകത്തില്ല. അതുകൊണ്ട് പൗലോസിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായം 19 പറയാ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ മക്കളെ, നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത്.
1 കൊരിന്ത്യർ 3:16 എണ്ണവചനം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഈ 2 വചനം കൂട്ടിച്ചേർത്ത് നമ്മൾ ശരിക്കും ധ്യാനിക്കുമ്പോൾ മക്കളെ, നമ്മൾ ഓർക്കണം, ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ദൈവാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കരുത്. ഈ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. ഈ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും ജ്വലിപ്പിക്കണം. ഈ ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ശരീരത്തില് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, നിർവീര്യമാക്കുന്ന പാപത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ദൈവത്തിന് അറിയാം. നമ്മളൊക്കെ പാപികളാണ്. ജഡിക പാപങ്ങൾ ചെയ്യുന്നവര്, മദ്യപിക്കുന്നവര്, അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നവര്, ചിലപ്പോൾ വ്യഭിചാരത്തിൽ പെട്ടുപോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളൊക്കെ പെട്ടിട്ടുണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇതറിയണം. ഇത് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെയാണ്. അതുകൊണ്ട് ഈ മർത്യ ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് ശരിക്കും അറിഞ്ഞ് നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് വിശുദ്ധീകരിക്കും. നമ്മുടെ ജഡിക പാപങ്ങൾ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളെയും ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പശ്ചാത്തപിക്കണം. ആ പാപകരമായവയെ വിട്ടുപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിക്കണം. ഈ ഒരുക്ക ദിവസങ്ങളിൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട മാലിന്യങ്ങൾ, ആസക്തികൾ, ജഡിക പാപങ്ങൾ, മദ്യപാനം, അല്ലെങ്കിൽ പുകവലി, കഞ്ചാവ്, ലഹരിയുടെ അടിമത്തങ്ങള്, അതോടൊപ്പം തന്നെ ജഡികമായ പാപങ്ങൾ, വ്യഭിചാരത്തിന്റെ, അല്ലെങ്കിൽ സ്വയംഭോഗത്തിന്റെ, അല്ലെങ്കിൽ മ്ലേച്ഛമായവ കാണുന്ന, നമ്മൾ മ്ലേച്ഛമായ സിനിമകൾ, ഈ വൃത്തികെട്ട ബ്ലൂ ഫിലിം പോലുള്ള മ്ലേച്ഛമായ സിനിമകൾ കാണുന്നു, മ്ലേച്ഛമായ റീലുകൾ കാണുന്നു. ജഡത്തെ ഉണർത്തുന്ന, ജഡികാസക്തിയെ ഉണർത്തുന്ന നോട്ടങ്ങള്, സ്പർശനങ്ങള്, കേൾവികള്, അതോടൊപ്പം തന്നെ നമ്മുടെ ജഡിക പാപങ്ങൾ, മദ്യപാനം, ലഹരി, ഇതെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കണം. നമ്മളറിയാം, ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അതിന് വിരുദ്ധമായ എല്ലാ പാപങ്ങളെയും വിട്ടുപേക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് കുമ്പസാരിക്കണം. ഒരുക്ക ധ്യാനമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ നിറയപ്പെട്ട് ഈ പരിശുദ്ധാത്മാവ് ശരീരത്തെ ഏറ്റെടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ 3-ാം ദിവസത്തില് ഏറ്റവും എളിമയോടെ, ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ശരീരം ദൈവാലയമാണ്. അതിനെ പരിശുദ്ധിക്ക് നിരക്കാത്ത എല്ലാ ജഡിക പാപങ്ങളെയും, ശരീരവുമായിട്ട് ജഡവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളെയും നമുക്ക് വെറുത്തുപേക്ഷിക്കാം. എന്നിട്ട് ശരീരം ദൈവാലയം പോലെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് അനുദപിക്കാം. അതിൽ നിരക്കാത്ത സ്പർശനങ്ങൾ, അതിൽ നിരക്കാത്ത ജഡിക സുഖങ്ങൾ, പാപങ്ങൾ, കാഴ്ചകൾ, കേൾവികൾ, എല്ലാ പാപങ്ങളെയും നമുക്ക് വിട്ടുപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു കുംഭസാരത്തിലേക്ക് ഇനി നമുക്ക് പതുക്കെ തിരിയണം. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. അസ്ഥികളെ ബലപ്പെടുത്തുന്ന, നാടിഞ്ഞരമ്പുകൾ ജീവൻ നൽകുന്ന, ശരീരത്തെ സൗഖ്യപ്പെടുത്തുന്ന, നോക്കിക്കോ, പരിശുദ്ധാത്മാവ് ഈ ശരീരം വിശുദ്ധമാക്കപ്പെട്ട് ശരീരത്തിൽ നിറയുമ്പോ ഒത്തിരി രോഗങ്ങൾ വിട്ടുമാറിപ്പോകും. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ പന്തക്കുസ്ത ഒരുക്ക ദിവസങ്ങളിൽ നമ്മൾ കർത്താവിന്റെ വചനം പോലെ ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, തടസ്സങ്ങൾ, കെട്ടുകൾ എല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ശരീരത്തിൽ നിറയും, ജീവിതത്തിൽ നിറയും. അതുകൊണ്ട് വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് ജഡം, ശരീരം വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഇതിന് വിശുദ്ധിക്ക് നിരക്കാത്ത, പരിശുദ്ധാത്മാവിന് നിരക്കാത്ത, നമ്മള് ഈ ആത്മാവിനെ വിളിക്കുന്ന പരിശുദ്ധ ആത്മാവ്, ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് അതിന്റെ പരിശുദ്ധിക്ക്, ഈ ആത്മാവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത എല്ലാത്തിനെയും നമുക്ക് വിട്ടുപേക്ഷിക്കാം. ഞാൻ പറ്റണില്ലേ? പരിശുദ്ധാത്മാവിനോട് തന്നെ പറ, പരിശുദ്ധാത്മാവെ, വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവെ, ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറ്റണില്ല. പരിശുദ്ധാത്മാവെ, ഈ ശരീരത്തെ നശിപ്പിക്കുന്ന, ആരോഗ്യത്തിന് ഹാനികരമായ മദ്യം, ലഹരി വിട്ടുപേക്ഷിക്കാൻ എനിക്ക് പറ്റണില്ല. ഇതിന്റെ ചൈതന്യം, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറ്റാത്ത സ്വയംഭോഗം, വ്യഭിചാരം, ജഡികമായി കാര്യങ്ങൾ കാണാനുള്ള ആ ഒരു അടിമത്തം, ആസക്തി, ഇതെല്ലാം എടുത്തു മാറ്റി പരിശുദ്ധാത്മാവെ, എൻ്റെ ശരീരത്തെ അങ്ങയുടെ ആലയമാക്കി പരിശുദ്ധമാക്കി മാറ്റണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവികാനുസരണത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ട മക്കൾ,
തീരുമാനമെടുക്കുക. പറ്റായ്മ പരിശുദ്ധാത്മാവ് മാറ്റും. ആ തീരുമാനം, ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല, ആ തീരുമാനത്തോടു കൂടി നമുക്ക് കുമ്പസാരിച്ച് ഒരുങ്ങാം. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ സഹായിക്കും മക്കളെ, സ്വർഗം സഹായിക്കും, പരിശുദ്ധ അമ്മ സഹായിക്കും, ശുദ്ധ യോസേപ്പിതാവ് സഹായിക്കും, നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ സഹായിക്കും, കാവൽ മാലാഖമാര് സഹായിക്കും, വിശുദ്ധ മിഖായേൽ നമ്മെ സഹായിക്കും, സ്വർഗം നമ്മെ സഹായിക്കും. ഇതിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയപരമാർത്ഥതയോടെ ഈ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങ് എന്തുമാത്രം സ്നേഹിച്ചാണ്, എന്തുമാത്രം വില കൊടുത്താണ് അങ്ങ് വീണ്ടെടുത്തത്. മാംസത്തിൽ ജനിച്ച മാംസമായ ഞങ്ങളെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ കുരിശു മരണത്തിന്റെ അനന്തയോഗ്യതയാൽ അങ്ങ് രക്തം വില കൊടുത്ത് വാങ്ങിച്ചവരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഞങ്ങളുടെ ശരീരങ്ങൾ, അങ്ങ് വില കൊടുത്ത് വാങ്ങിച്ചെടുത്ത ഞങ്ങളുടെ ശരീരങ്ങൾ അങ്ങയുടെ സ്വന്തമാണ്, അങ്ങയുടെ ആലയമാണ്. എന്നിട്ടും കർത്താവേ, ഈ ശരീരത്തിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഏറെയാണ്. ഒത്തിരിയേറെ അശുദ്ധി, ലഹരിക്ക് വിട്ടുകൊടുത്തു, ജഡിക പാപങ്ങൾക്ക് വിട്ടുകൊടുത്തു, മ്ലേച്ഛമായ കാഴ്ചകൾക്ക് വിട്ടുകൊടുത്തു, കണ്ണുകളെ ദുരുപയോഗിച്ചു, കാതുകളെ ദുരുപയോഗിച്ചു, ഞങ്ങളുടെ ശരീര അവയവങ്ങളെ പലതിനെയും ഞങ്ങൾ പാപത്തിന് വിട്ടുകൊടുത്തു. ജഡികമായ പാപങ്ങള്, വ്യഭിചാരത്തിന്റെ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, മ്ലേച്ഛമായവ കാണാനും സ്പർശിക്കാനും ശരീരത്തെ മറ്റുള്ളവർക്ക് ഉപയോഗ വസ്തുവായിട്ടൊക്കെ വിട്ടുകൊടുത്തു. വന്നുപോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാക്കേണ്ട, പരിശുദ്ധ ആത്മാവ് വസിക്കേണ്ട സ്ഥലം പരിശുദ്ധമായിരിക്കേണ്ടതുപോലെ ജീവിക്കാതെ പോയ ഞങ്ങളുടെ ശരീരത്തിന്റെ പാപങ്ങളെ ഓർത്ത്, ഞങ്ങൾ അറിഞ്ഞ് ചെയ്തു പോയ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, എല്ലാ പാപങ്ങളെയും വിട്ടുപേക്ഷിക്കാനുള്ള വലിയ തീരുമാനം ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റായ്മകളുണ്ട്. ചില ദുശീലങ്ങള്, ചില തർക്കദോഷങ്ങള് ഇതിനോടകം ഞങ്ങളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്നു. വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ജഡിക പാപങ്ങള്, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത മദ്യപാനത്തിന്റെ അവസ്ഥകള്, ഇതെല്ലാം കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഞങ്ങളുടെ ശരീരത്തിൽ നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദുശീലങ്ങള്, ഈ തർക്കദോഷങ്ങള്, ഈ ആസക്തികള്, ഈ പാപകരമായ ജഡത്തിന്റെ പാപങ്ങള് നമ്മെ വിട്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ, നമ്മെ തന്നെ പരിപൂർണമായും സമർപ്പിക്കാം. പാപസുഖങ്ങളെ, പാപസന്തോഷങ്ങളെ, ആസക്തികളുമായിട്ട് ബന്ധപ്പെട്ട നൈമിഷിക സുഖങ്ങളെ നമുക്ക് വിട്ടുപേക്ഷിക്കാൻ തീരുമാനിക്കാം. നല്ല കുമ്പസാരത്തിലൂടെ കർത്താവിന് മുമ്പില് നമ്മുടെ ജഡിക പാപങ്ങള്, ശരീരത്തിൽ ചെയ്തുപോയ പാപങ്ങള്, ശരീരത്തെ മലിനമാക്കിയ പാപങ്ങള്, ശരീരത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തിയ പാപങ്ങള് എല്ലാം നമുക്ക് വിട്ടുപേക്ഷിക്കാം. നമുക്ക് ഏറ്റുപറയാം, കുമ്പസാരിക്കാം, നന്നായിട്ട് ശരീരത്തെ ഒരുക്കാം. എന്നിട്ട് പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ നിറയണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. ശിരസ് മുതൽ പാദം വരെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ആവസിക്കാൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളെ സമർപ്പിക്കും, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കും. അവരുടെ പാപങ്ങളോർത്ത് ഈശോയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അറിഞ്ഞും അറിയാതെയും എന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായ ശരീരത്തെ മലിനമാക്കി, മ്ലേച്ഛമാക്കി, അശുദ്ധമാക്കി പല പല അടിമത്തങ്ങൾക്കും ദുശീലങ്ങൾക്കും തർക്കദോഷങ്ങൾക്കും വിട്ടുകൊടുത്ത് സാത്താന്റെ വലിയ സാന്നിധ്യത്താൽ നിറച്ച അവസ്ഥയോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും അങ്ങയുടെ ചൈതന്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാശം നിറയട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കും മക്കളെ.
നല്ല കുമ്പസാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ജഡിക പാപങ്ങളെ വിട്ടുപേക്ഷിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ 3-ാം ദിവസത്തിന്റെ നൊവേന പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ഞങ്ങളെ ശക്തമായി ആവസിക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ ജഡിക പാപത്തിൽ നിന്ന്, ജഡികമായ പാപബന്ധങ്ങളിൽ നിന്ന്, വ്യഭിചാരത്തിന്റെയും മ്ലേച്ഛതയുടെയും ലഹരിയുടെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവേ അങ്ങ് നിറഞ്ഞ് ശക്തമായി ആവസിച്ച് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെയും കൂട്ടുകെട്ടുകളെയും അങ്ങ് നയിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിലേക്ക് സമർപ്പിക്കാം. ശരീരങ്ങളെ വിശുദ്ധീകരിച്ച് ജഡിക പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അശുദ്ധിയും മാലിന്യങ്ങളും പാപകരമായവ വെറുത്തുപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നല്ല ഒരുക്കത്തോടെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞ് വിശുദ്ധി കൊണ്ട് നമ്മെ നിറയ്ക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മെ തന്നെ സമർപ്പിച്ചു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ
മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി ശരീരങ്ങളെ വിശുദ്ധീകരിച്ച് നിങ്ങളുടെ ആലയങ്ങളാക്കി ഞങ്ങളുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തി മാറ്റി ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ അഭിഷേകത്തിനായിട്ട് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവിന് യോഗ്യമാക്കപ്പെട്ട പരിശുദ്ധിയിൽ നിറയ്ക്കാൻ, കുമ്പസാരത്തിലൂടെ എല്ലാ ജനിക പാപങ്ങൾ വിട്ടുപേക്ഷിക്കാൻ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഏറ്റവും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, മക്കളെ സഹായിക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ കൂട്ടായ്മയായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.